ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞു ആമി സ്കൂളിൽ പൊക്കോ, ഞാൻ ലഞ്ച് കൊണ്ട് തരാവേന്ന്. അപ്പോൾ പറയും എന്തായാലും കൊണ്ടു തരില്ല, അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊണ്ട് തായോ അമ്മാന്ന്. സ്പെഷ്യലാക്കാം, നമുക്ക് ചപ്പാത്തി ഇരിപ്പുണ്ടല്ലോ, പിന്നെ പനീറും ഉണ്ട്. ചപ്പാത്തിയും പനീറും ഉണ്ടെങ്കിൽ പിന്നെ ആമി ഫുഡ് കഴിപ്പിക്കാൻ അത്ര വലിയ പാടില്ല. നമുക്കൊരു ചപ്പാത്തി പനീർ നൂഡിൽസ് ഉണ്ടാക്കിയാലോ? എങ്ങനെ? ആദ്യം തന്നെ സവാള ഇടുക. ആ സവാള നല്ലതുപോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണേ. അത് നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കവും ക്യാരറ്റോട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഹാഫ് കുക്കായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പനീറുണ്ട്. ഞാനത് പനീർ ക്യൂബായിട്ടാണ് കിട്ടിയെങ്കിലും ഞാനത് ഒന്നുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പനീറോട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പനീറിനകത്ത് വെള്ളമെല്ലാം ഒന്ന് നല്ലതുപോലെ വലിയണം. അതുവരെ അത് ഗ്യാസിലിരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ടൊമാറ്റോ ചില്ലി സോസോട് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഇനി കൂടിപ്പോയാലോ എരിവാന്ന് വെച്ച് കഴിക്കാതെ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കുരുമുളക് പൊടി ചേർക്കാൻ നിന്നില്ല. ഇതിലങ്ങ് നിർത്തി. പിന്നെ അവസാനം ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കണം, ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ട്. അങ്ങനെ അവസാനം ആമി പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പനീർ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അത് പാക്ക് ചെയ്തിട്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കുകയാണേ. സ്കൂൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ വണ്ടിയിൽ പോകേണ്ട ദൂരമേ ഉള്ളൂ. സ്കൂളിൽ നമ്മൾ ഓഫീസ് റൂമിൻ്റെ അടുത്ത് ടേബിളിൽ വെച്ചാൽ മതി. ലഞ്ച് ടൈം ആകുമ്പോൾ കുട്ടികൾ വന്നെടുത്തോളും.